ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ, അമ്മ, മുത്തശ്ശി, മാളു ഞങ്ങൾ 4 പെൺപടകളും കൂടെ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. കേരളം വിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നുള്ളത് നമ്മളവിടെ എത്തിയിട്ട് പറയല്ലേ നല്ലത്. നിങ്ങൾക്കപ്പോൾ കുറച്ചും കൂടെ സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഒരു സംഭവം നമ്മൾ ഗിഫ്റ്റായിട്ട് തരാം. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ മുത്തശ്ശി ലവ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാളെ നറുക്കെടുക്കും കേട്ടോ. വിത്ത് പേരും പിന്നെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കാം. അതിലേക്ക് സെലക്ട് ചെയ്ത ആൾ മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെയല്ലേ? ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ തന്നെ പറയാം. അപ്പം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ലവ് നിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നറുക്കെടുക്കണതും നിങ്ങളെ വീഡിയോയിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത വീഡിയോയിൽ കട്ട് ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടോ കാണിക്കാം. എന്നിട്ട് അതിൽ സെലക്ട് ചെയ്ത ഒരാൾക്ക് നമ്മൾ എവിടെയാണോ പോണത് അവിടെ നമ്മളൊരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ എന്തായാലും കൊടുക്കും. അപ്പോൾ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോവാനുള്ള ഡ്രസ്സിൻ്റെ പാക്കിങ്ങും ബാക്കി നമുക്ക് കുറച്ച് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ അലമാരയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അലമാരയിൽ ഫുള്ള് സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പാക്കിങ് ആദ്യം കാണിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളിപ്പോൾ നോർമലി നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാറുള്ളതെന്ന് കാണിക്കാം. പിന്നെ മുത്തശ്ശിയുടെ ബാഗ് കാണിക്കാം കേട്ടോ. ഇത് ഒരു വള, നമ്മൾ ഈ ബാങ്കിൾ പോലെ നോർമലി നമ്മൾ ഇടുന്ന ഒരു വളയാണ് കേട്ടോ. ഇതെനിക്ക് ചുരിദാറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഇതാ ഒരു ബോഡി ലോഷൻ ഉണ്ട്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻജാൻസ്ലറിൻ്റെ ചാമിങ്ങിൻ്റെ ബോഡി ലോഷനാണ്. നല്ലൊരു പൂവിൻ്റെ മണമാണ് കേട്ടോ. ഭയങ്കര നമുക്ക് തന്നെ സ്മെല്ല് കിട്ടും നമ്മളിത് യൂസ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ സ്ലൈഡിന് വേണ്ടിയിട്ടൊരു കുഞ്ഞി ബോക്സ്. പിന്നെ അല്ലാണ്ടുള്ളൊരു ബോഡി സ്പ്രേ, ഒരു മിസ്റ്റ് പോലത്തെ സംഭവം. എനിക്ക് മറ്റേ പെർഫ്യൂം എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് തലവേദന വരും. പിന്നെ പോൺസിൻ്റെ ഒരു ടാൽക്കം പൗഡർ അല്ല, ഒരു നോർമൽ ഒരു ഫേസ് പൗഡർ കേട്ടോ. ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ വെച്ചതാണ്. പിന്നെ എൻ്റെ പ്ലമ്മിൻ്റെ, ഇതെൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിയിട്ടുണ്ട്. പ്ലമ്മിൻ്റെ ഈ ഒരു ഇത് നയാസിനമൈഡിൻ്റെ ആണ് കേട്ടോ, സിറാണ്. ഇതിൻ്റെ കൂടെ ഞാനിത് തീരാനായപ്പോൾ ഞാൻ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പറായിട്ടോ. നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ മസ്റ്റായിട്ട് എടുത്ത് വെക്കുന്ന സംഭവമാണ്. പിന്നെ ഇത് ലിപ്സ്റ്റിക്കും അതുപോലെ കൺമഷിയൊക്കെ വെക്കുന്ന, നമ്മളെ കാജലൊക്കെ വെക്കുന്ന അതാണ്. ഒരു മസ്കാര ഉണ്ട്. പിന്നെ ഇതെനിക്ക് ഇവിടുത്തെ ടീച്ചർ തന്ന ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു ദിവസം കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാ ഷെയ്ഡെന്ന്. ഇതെനിക്ക് ഷെയ്ഡ് എനിക്കറിയില്ല. അവർ അബ്രോഡ് പോയപ്പോൾ ഈ ഷിയ ബട്ടർ ഒക്കെ ഉള്ളതാണ്. അബ്രോഡ് പോയപ്പോൾ LA കളേഴ്സിന്റെ ആണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ ഇതിലില്ല, അതുകൊണ്ടാണ്. LA കളേഴ്സിന്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. പിന്നെ അതുപോലെ ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ ഷുഗറിന്റെ ഒരു ലിപ് ബാം. ഷുഗറിന്റെ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ ഒരു ടിൻഡഡ് ആകുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കും എപ്പോഴും നമ്മുടെ ചുണ്ട്. പിന്നെ ലാക്മിയുടെ ഒരു കൺസീലർ. ഇത് ഞാൻ നമ്മളെങ്ങനെയെങ്കിലും അത്രയും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുള്ളൂ. അല്ലാണ്ട് എനിക്ക് മുഖത്ത് അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. ഞാൻ നോർമലി ആ സീറം ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യും സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട്. പിന്നെ ഇതാ ലാക്മിയുടെ തന്നെ ലാക്മി അബ്സല്യൂട്ടിന്റെ ഐലൈനർ. പിന്നെ ഷുഗറിന്റെ ജെൽ ഐലൈനർ. ഇത് നല്ല സംഭവമാണ് കേട്ടോ. പക്ഷെ ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്നാലും നല്ല ഇതാണ്. ഞാൻ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മെബിലിന്റെ ലിപ്സ്റ്റിക്ക്. ഇതെനിക്ക് നമ്മളുടെ മാൻവി ഇല്ലേ, സീരിയലിലൊക്കെ ചെയ്യുന്ന ശ്രുതി, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സീത സീരിയലിൽ സ്വാസികയുടെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടിയില്ലേ, ഇത്തിരി ചബ്ബികളായിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് എന്താ, മെബിലിൻ്റെ ഈ ഒരു ഷെയ്ഡാട്ടോ. ഇത് ഭയങ്കര നല്ലൊരു പിങ്ക് കളറുള്ള ഷെയ്ഡാണ്. ഞാനിവിടെ ഇതാട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മാൻവി പറഞ്ഞു തന്ന ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ. നോർമൽ ക്രയോൺ പോലെ, ഐ മീൻ എന്താ പറയുക, അതെ, നമ്മുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കും പിന്നെ ഐബ്രോ പെൻസിൽ ഏതാ, സ്വിസ് ബ്യൂട്ടി ഐബ്രോ പെൻസിൽ. പിന്നെ ലാക്മിയുടെ കാജല്,
പിന്നെ പ്ലമ്മിൻ്റെ കാജലും ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അത് ഞാൻ കൊണ്ടുപോകില്ല, അത് എവിടെയെങ്കിലും മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൈസ വെറുതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോകില്ല. പിന്നെ ഒരു നെയിൽ പോളിഷ്, നമ്മൾ ഏതാണോ നെയിൽ പോളിഷ് ഇടാറുള്ളത് ആ നെയിൽ പോളിഷ് ഒരെണ്ണം എടുക്കാറുണ്ട്. പിന്നെ പൊട്ടുകളുടെ പാക്കറ്റ്, കുറേ പൊട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതേതാ പൊട്ടാണ് ആ അറ്റയറിന് അപ്പോൾ ഭംഗിയായിട്ട് തോന്നുന്നത് ആ പൊട്ടിടാറുണ്ട്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് അൽക്കുലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് മസ്റ്റായിട്ട് ബാഗിൽ വെക്കുന്ന ഒരു സാധനം കേട്ടോ. ഇത് നമ്മുടെ പുൽത്തൈലും ഇല്ലേ, തൈലം നമ്മൾ തലവേദനയൊക്കെ വരുമ്പോൾ തേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എവിടെയെങ്കിലും പോകുമ്പോൾ മേക്കപ്പായിട്ടോ അല്ലാണ്ട് സ്കിൻ കെയറിനോ ഒക്കെ ഞാൻ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് അച്ഛൻ തേക്കുകൊണ്ട് ഞാൻ മറക്കാറുണ്ട് ഇതൊന്നും എടുക്കാൻ, അങ്ങനെ മറന്നു പോയതാട്ടോ. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഫേസ് സ്പ്രേ ആണ്, പക്ഷെ അത് എടുക്കണില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിൽ എടുത്ത് വെക്കും. ഈ ഒരു സംഭവങ്ങളാണ്. ഇത് നമുക്ക് ബാഗിൽ വെക്കാനുണ്ട്. പിന്നെ ഇവിടെ കിടക്കണുണ്ടല്ലേ തുണികളൊക്കെ, ഇതാ ഇവിടെയൊക്കെ ഇനി നമുക്ക് വൃത്തിയാക്കാണ്ട്. എനിക്കിനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തിടണം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അതിൻ്റെ നെക്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള നെക്കും കാര്യങ്ങളൊക്കെയാണ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വെക്കട്ടെ. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ടേ, യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇതാ ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ ക്രോക്സിന്റെ ട്യൂബ് എന്ന് പറയാം, ട്യൂബ് എന്ന് പറയാൻ പാടില്ല. ഇത് 700-800യുടെ 500ക്ക് കിട്ടിയതാട്ടോ. 900യുടെ 500ക്ക് കിട്ടിയത് ഓഫറുള്ള സമയത്ത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെരുപ്പ് ഇഷ്ടമാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട്, റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് സുഖമാണ്. നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെളിയാവുക അങ്ങനെ സംഭവമൊന്നുമില്ല. ഈ ഒരു കളർ അങ്ങനത്തെ ആയതുകൊണ്ട് മാത്രം. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുതുപുത്തൻ പോലെ ഇരിക്കും. കണ്ടോ? അതുപോലെ തന്നെ ഇത് ശശിത പോകാൻ വേണ്ടിയിട്ട് ബ്ലൗസ് തോരട്ട് നോക്കുമ്പോഴും കണ്ടോ? ശശിത ബ്ലൗസ് രണ്ട് നന്നായിട്ട് ഇവിടെ ഈ മുള വെക്കേണ്ട നല്ല രസമുണ്ട്. അതെ, അങ്ങനെ നമ്മൾ രണ്ടും നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാം, വീഴാതിരുന്നാൽ. എന്തായാലും വീഴോ വെച്ചിട്ട് ഒന്നുകൂടി വെക്കാം, ഒന്നപ്പുറത്തും വെക്കാം. നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അങ്ങനെ ഇവിടെ എല്ലാവരും നല്ല ഗംഭീര പരിപാടിയിലാണ്. അച്ഛൻ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിൽ പാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി. നമ്മളിന്ന് പോകുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി പാഴ്സൽ ചെയ്തൊന്ന് വിടണം. അതെ, നമ്മൾ എവിടെയാ പോണത് എന്നുള്ളതിന്റെ ഒക്കെ വ്ളോഗ് നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇടുന്നതാണ്. ഞാൻ ചോദിച്ചത് പറയാണ്. അതാ കത്രിക തമ്മയോടെ പോലെ. അതെ, ഇതാ നന്നായിട്ട് ഇളക്കണം മാള്. നമ്മള് ഹെയർ ഓയിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അപ്പൊ, പക്ഷെ ഇപ്പൊ ഇടക്കിടക്ക് ഓർഡർ വരുന്നുണ്ട്. നല്ല അഭിപ്രായം പറയും. ഞാൻ ഇതപ്പോ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് മുത്തശ്ശിയുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്തപ്പോ ഒരു ചേച്ചി ആതിരാന്ന് എന്തോ പേര് തോന്നുന്നുണ്ട് ആ ചേച്ചിയുടെ, എന്നിട്ട് പറഞ്ഞു നിങ്ങളടുത്തു നിന്നാണ് ഹെയർ ഓയിൽ വാങ്ങിക്കാറുള്ളത്, നല്ല വ്യത്യാസമുണ്ട്, മുടി കൊഴിച്ചിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്രിസി ആയിട്ട്, അതെ നല്ല ഫ്രിസി ഹെയർ ഇല്ലേ, ഇങ്ങനെ കുറച്ച് ചകിരി പോലെ തോന്നില്ലേ, ഒരു റഫ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പൊ അതൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. അതെ, പച്ചക്കർപ്പൂരം ചേർക്കൊണ്ടാണ് നമുക്ക് താരനൊക്കെ പെട്ടെന്ന് പോവാനും സഹായിക്കുന്നത് കേട്ടോ. അതെ, അങ്ങനെ മാളും നല്ല ഭംഗിയായിട്ട് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ടല്ലേ മാളുവോ? അതെ, ദിവസങ്ങളൊക്കെ അതെ മാളു സഹായിച്ചു തരും. മാളു ഞാവേ കാണാൻ തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി
അല്ലേ അച്ചോളാക്കും മാളുവോ? ഞാൻ ആക്കാം. നമുക്ക് കുറച്ചുകൂടെ പണി ഉണ്ടാവും. അതെ, ഒരു സമയം പോയാലോ? അച്ചോളാക്കാത്തേ ഉള്ളൂ. മുത്തശ്ശിക്ക് ബാഗ് കൊടുത്തിട്ടില്ലല്ലോ. മുത്തശ്ശി അതുകൊണ്ട് ഇങ്ങോട്ട് വരുവനി. മുത്തശ്ശിക്കവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ടൊക്കെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അമ്മ ഇന്നിപ്പോ ടോട്ടൽ എത്ര കുപ്പിയാ? നമ്മളിപ്പോ പോകുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു അറിയോ? കുറച്ചേ ആക്കണുള്ളൂ. ഇനി വന്നു കഴിഞ്ഞിട്ട് ഇനി കൊറിയർ ചെയ്യാണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ടേ. അപ്പൊ ആ കുട്ടി ചോദിച്ചു, ചേച്ചി ഹെയർ ഓയിൽ ആയോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഉണ്ടാകുമ്പോ പോകുമ്പോ പറ്റുകയാണെങ്കിൽ അവിടെ കൊടുക്കാം, ഇല്ലേ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കോളൂ. അച്ഛനും കുട്ടിയൊക്കെ ഉണ്ടല്ലോ അവിടെ, അപ്പൊ അവര് കൊടുത്തോളൂ. നമ്മള് കാച്ചിട്ട് കൊറേ അങ്ങനെ സൂക്ഷിച്ചു വെക്കാറൊന്നുമില്ല. അപ്പൊ ഫ്രഷ്നെസ് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തായാലും ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ തീരും ചെയ്യും. പിന്നെന്താന്ന് വെച്ചാൽ സ്മെല്ല് വരും അങ്ങനെ ഇരിക്കുമ്പോ. അതെ, നമ്മള് വേറെ കെമിക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ചേർക്കണില്ലല്ലോ. അപ്പൊ കർപ്പൂരത്തിന്റെ സ്മെല്ലൊക്കെ ചിലപ്പോ ഒന്ന് കുറഞ്ഞാൽ അത് വേറെ കേടൊന്നുമില്ല കേട്ടോ. സ്മെല്ലൊന്ന് നമ്മളപ്പം ഉണ്ടാക്കണതും ഏറ്റവും വ്യത്യാസം ഉണ്ട്. അച്ഛൻ പെരിന്തൽമണ്ണ പോയപ്പോ കൊണ്ടുവന്നാ കുപ്പിയിലെ ചെറിയ കുപ്പിയും വേണോ? 100 മില്ലിയുടെയും വേണോ? ഇന്നില്ല. പെട്ടെന്ന് പറയുമ്പോ നമ്മൾ ആദ്യം പോണ്ടായിരുന്നു. അതുകൊണ്ട് 10 എക്സ്ട്രാ വാങ്ങിയതല്ലേ. ഇതാ മാളു ബോക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് എവിടെ പോകുമ്പോഴും അതിനോട് ഓർഡർ ഭയങ്കര തിരക്കാവും. അതേവരെ വെറുതെ നല്ല സമയത്താവും. അതെ, ഇന്ന് പെട്ടെന്ന് പോകുമ്പോ നമുക്ക് തന്നൊരു യാത്രയാണ്. അതെ. രണ്ടു ദിവസത്തേക്കേ ഉള്ളൂ യാത്ര. അതെ. അപ്പൊ ഇവിടെ ഇതാ പാക്കറ്റൊക്കെ ആക്കി പെട്ടിയിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് അല്ലേ അമ്മേ? അതെ. അപ്പൊ എല്ലാവർക്കും ബൈ. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. അച്ഛൻ ഇത്തവണ ബൈ ഇല്ല.